എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ എല്ലാ നടന്മാരുടെ സംഘടന ഒരു അഗ്രിമെന്റിൽ ഒപ്പിടില്ല എന്നുള്ള നിലപാടെടുത്തപ്പോൾ ഞാൻ മാത്രമാണ്. എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ ഇവിടെ ഈ മീഡിയക്കാർ തൊട്ട് ഈ കേരളക്കാരെ ആകെ ഞെട്ടിയിരിക്കുകയാണ്. കേരളക്കര എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാ ആൾക്കാരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. സിനിമാ ലോകത്ത് നടക്കുന്ന ഈ കുൽസിത കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല കേട്ടോ, കേരളം മാത്രമല്ല, മറ്റു ന്യൂസ് ചാനലുകളിലും ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുമുണ്ട്. പിന്നൊരു കാര്യമുണ്ട്, ഇവിടെ സിദ്ദിഖിനെതിരെയും മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയും ഇടവേള ബാബുവിനെതിരെയും രഞ്ജിത്തിനെതിരെയും ഒക്കെ കേസെടുത്തതുകൊണ്ട് ഈ കേസ് കൊടുത്തിരിക്കുന്ന ആളുടെ പേരുകൾ നമുക്ക് പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ അവരുടെ മുഖം കാണിക്കാനോ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പരാതിക്കാരി എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ സിദ്ദിഖ് പെട്ടു. സിദ്ദിഖിനെതിരെ കേസായി, മുകേഷിനെതിരെ കേസായി, അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെതിരെ കേസായി, ആ ഇടവേള ബാബുവിനെതിരെ ജയസൂര്യക്കെതിരെ എല്ലാം കേസായി എന്ന് പറയുമ്പോൾ അവർ കുറ്റക്കാരാണ് എന്നല്ല, ഒരാൾ പരാതി കൊടുത്തത് കൊണ്ട് തന്നെയാണ് അത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ അന്വേഷണം വരും. അന്വേഷണം വന്നിട്ട് അവർ കുറ്റക്കാരാണോ എന്ന് അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ കുറ്റക്കാരാണെന്ന് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുവരെ ഇവർ കേസ് അന്വേഷണത്തിന് വേണ്ടി അവരെ ഇത് ചെയ്തിരിക്കുകയാണ്, അവരുടെ മുകളിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പലർക്കും ഇതൊരു ഡൗട്ട് ഉണ്ടാവും, കേസെന്ന് പറയുമ്പോഴത്തേന് അവരെ അങ്ങ് തൂക്കിക്കൊല്ലുവോ, അവരങ്ങ് കുറ്റം ചെയ്തു എന്നുള്ളതല്ല. അവരെതിരെ ഒരാൾ വന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇനിയും അന്വേഷണ ഉദ്യോഗസ്ഥന് അത് അന്വേഷിച്ച് അതിനുള്ള പരിഹാരം, അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് വെളിപ്പെടുത്തും എന്നുള്ളതാണ്. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഇവിടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നടിമാർ മാത്രമല്ല ഈ ഒരു പീഡനത്തിന് ഇരയായിട്ടുള്ളത്. ഇവിടെ ഒരു സിനിമയിൽ ഒരു അവസരം തേടി പോകുന്ന യുവാക്കൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മുമ്പ് പൃഥ്വിരാജിനും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പുറകാലെ വരാം. ആദ്യം നമുക്കൊരു യുവാവിൽ നിന്ന് തുടങ്ങാം. ഒരു കോഴിക്കോട് സ്വദേശിയാണ്. ഈ പുള്ളിക്കാരന് ഒരു പടത്തിന്റെ ചാൻസിന് വേണ്ടി രഞ്ജിത്തിനെ പോയി കാണുകയും ചെയ്തിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ആ പുള്ളിക്കാരൻ പറയുന്ന കാര്യവും നമുക്കൊന്ന് കണ്ടു നോക്കാം. ബാബുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ അവിടെയാണ്. ഞാൻ ലൊക്കേഷനിൽ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. ആക്ച്വലി ഒരു സിനിമയിൽ ഒരു അവസരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നത്. അവിടെ അല്ല ഈ സമയത്തെന്ന് പറഞ്ഞു. അപ്പൊ രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നീ ബാക്കിലൂടെ ബാക്ക് ഡോർ ഉണ്ട്, അവിടെ കോഫി ഷോപ്പ് ഉണ്ട്, അവിടെ ബാക്ക് സ്റ്റെയർ കേസ് വഴി വരാം. അപ്പോൾ ബാബുട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന പടത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് ഈ പുള്ളിക്കാരൻ പോയി രഞ്ജിത്ത് കോൺടാക്ട് നമ്പർ മേടിച്ചു. ബാംഗ്ലൂരിൽ ഇരുന്ന സമയത്ത് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അന്ന് അവിടെ പ്രവേശനത്തിന് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ പുറകിൽ കൂടെ വാ, പുറകിലൊരു ഡോറുണ്ട്, അതിലേക്കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരനെ അതിലേക്കൂടെ വിളിച്ചു എന്നാണ് പറയണേ. ബാക്കിലൂടെ ബാക്ക് ഡോർ ഉണ്ട്, അവിടെ കോഫി ഷോപ്പ് ഉണ്ട്, കേസ് വഴി വരാൻ പറഞ്ഞു. എനിക്ക് കുറച്ച് ഡ്രിങ്ക്സ്, ആൽക്കഹോൾ കൺസംപ്റ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, കുറച്ച് ആൽക്കഹോൾ കണ്ടന്റ് കൊടുത്തു, അതായത് കുറച്ച് മദ്യം ഒഴിച്ചു കൊടുത്തു. അതെ, ടൈം ചെയ്യാണ് ചെയ്തത്. ഞാൻ കുറച്ച് കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് നേക്കഡ് ആയിട്ട് കാണണം. പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു, വളരെ ഭംഗിയുള്ള കണ്ണാണ്. നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ. അപ്പോൾ മനസ്സിലായല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് മദ്യമൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, എടാ നീ ആ ഒരു കണ്ണാടിയുടെ മുമ്പിലോട്ടൊന്ന് നിൽക്കാൻ, എങ്ങനെ ഉടുതുണിയൊക്കെ ഊരി ഇട്ടിട്ട് അങ്ങോട്ട് നിൽക്കാൻ, എന്നിട്ട് നിന്നതിന് ശേഷം നിന്നെ എനിക്ക് അങ്ങനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കണ്ണുകൾ മനോഹരമാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു. കുറേ ഫോട്ടോകളൊക്കെ ഈ രഞ്ജിത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ് ഈ യുവാവ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ യുവതികൾക്ക് മാത്രമല്ല ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്, ഇവിടെ യുവാക്കന്മാർക്കും ഇതുപോലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഓരോന്നായിട്ട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തരും വിചാരിച്ചിരിക്കുന്നത്, ഈ ഹേമ കമ്മിറ്റിയുടെ ഒരു പരിപാടി തുടങ്ങി, ഈ 2024 ഇതിനൊരു പൂർത്തീകരണം ആയിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോഴും പല പ്രമുഖന്മാരും ഇത് മിണ്ടാതിരിപ്പുണ്ട്. പലർക്കും ഇതിൻ്റെ അകത്ത് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനിയും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അകത്ത് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ സ്ത്രീകൾ പീഡിപ്പിച്ചിട്ടുണ്ട് പുരുഷന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ പുറത്തു വരുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ പുറത്തു വരണം, പുറത്തു വന്ന് അന്വേഷണത്തിന് വിധേയമാകണം. പിന്നെ വേറെ പറയാനുള്ളത്, ഇതൊന്നും ഇന്ന് നടന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ മുമ്പ് നടന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കേസ് അന്വേഷിക്കേണ്ടായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു മാറ്ററാണ്. പക്ഷെങ്കിൽ അന്ന് ഇവരെന്തുകൊണ്ട് മിണ്ടിയില്ല? ഇവർക്ക് അവസരം വേണം എന്നതുകൊണ്ട് തന്നെയല്ലേ ഇവർ മിണ്ടാതിരുന്നത്. ഇന്ന് അവർ വന്ന് പുറത്തു പറയുമ്പോൾ ഇന്ന് അവർക്ക് കുഴപ്പമില്ല, ഇന്ന് അവസരമായി, ഇന്ന് അവർക്കൊരു ഫെയിമായി, അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന് പറയാം. അന്ന് അങ്ങനല്ലായിരുന്നു.
അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അകത്തൊരു പോയിന്റ് തന്നെയാണ്. അത് കേസ് അന്വേഷണക്കാരൻ ചോദിക്കും ഈ ഒരു കാര്യം തന്നെ. അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പരാതികൾ DGPയുടെ ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ DGPയുടെ മെയിലിലേക്കും ചെന്ന പരാതികൾ മാത്രം 17 പരാതികളോളം ചെന്നിട്ടുണ്ട്. ഈ പീഡന പരാതികൾ ഇനിയും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കത്തില്ല. ഇതിപ്പം മീഡിയക്കാർക്ക് കൊയ്യാൻ പറ്റിയ ഒരു അവസരമാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കാരണം അർജുനെ കാണാതായപ്പോൾ അർജുൻ്റെ കൂടെ കുറേ നാൾ പോയിട്ട് അത് അങ്ങനെ ഇങ്ങനെ പോയി. ഇപ്പോൾ അർജുൻ്റെ കാര്യത്തിൽ ഒരു സംസാരവും ഇല്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് പറ്റി, ഇവിടെ വയനാട്ടിൽ സംഭവം ഉണ്ടായി. അപ്പോൾ വയനാടിൻ്റെ പുറകെ പോയി. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോൾ ഇതായി. അങ്ങനെ ഇവർക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അവർക്ക് ട്രെൻഡിങ് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇത് മൂലം ഇത് ആർക്കെങ്കിലും ഇതുകൊണ്ടുള്ള ഗുണമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ കണ്ടറിയാം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തർക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അമ്മ എന്ന് പറയുന്ന സംഘടന ഫുള്ളായിട്ട് പിരിച്ചുവിട്ട് ശുദ്ധികലശം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പലരും നിർദ്ദേശിക്കുന്നത്, അതായത് പല നടന്മാരും നിർദ്ദേശിക്കുന്നത് ഈ പൃഥ്വിരാജ് വരണമെന്നാണ്. ധർമ്മജനൊക്കെ പറയുന്നു ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുഞ്ചാക്കോ ബോബൻ വരണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ കുഞ്ചാക്കോ ബോബനെയും അതോടൊപ്പം തന്നെ ടോവിനോയെയും പൃഥ്വിരാജിനെയും ശ്വേതാമേനോനെയൊക്കെ സജസ്റ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇവിടെ ഈ പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞു. പൃഥ്വിരാജിനും ഈ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പൃഥ്വിരാജിനെ പടത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നൊക്കെ പൃഥ്വിരാജ് പറയുന്ന ഒരു കാര്യമുണ്ട്. പൃഥ്വിരാജ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കാരണങ്ങൾ വ്യക്തമാക്കില്ല. അത് ഇപ്പോൾ ചെയ്യാൻ കാരണമെങ്കിലും പറഞ്ഞു. എനിക്കറിയില്ല അന്ന് പ്രിയന്തൻ ആരെയാണ് കാസ്റ്റ് ചെയ്തിരുന്നത് മറ്റ് വേഷങ്ങളിലേക്ക് പോലും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് പലർക്കും എന്നോടൊരു നീരസം ഉണ്ടായിരുന്നത്. എന്താ കാരണം നീരസം? എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അന്ന് പൃഥ്വിരാജിനോട് പലർക്കും നീരസമുണ്ടായിരുന്നു. അതെന്താ കാരണമെന്ന് ചോദിക്കുകയാണ്. ഇത് പണ്ടത്തെ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു പൃഥ്വിരാജ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. അതിപ്പോഴാണ് അത് പൊങ്ങി വരുന്നത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടോളൂ. അദ്ദേഹത്തിന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നടന്മാരുടെ സംഘടന ഒരു അഗ്രിമെന്റിൽ ഒപ്പിടില്ല എന്നുള്ളൊരു നിലപാടെടുത്തപ്പോൾ ഞാൻ മാത്രമാണ്, അതായത് നടന്മാരുടെ സംഘടന ഒരു എഗ്രിമെന്റിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്രമാണ് അതിനെ പ്രതികരിച്ച് നിന്നത്, അതുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് എന്ന് പുള്ളിക്കാരൻ പറയുന്നു. അപ്പോൾ ഇന്നല്ല ഈ സംഭവം നടന്നത്, ഇത് മുമ്പേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പൃഥ്വിരാജാണ് ആദ്യത്തെ ഇര എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ ഇര പൃഥ്വിരാജാണ്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നോക്കുമ്പോൾ എല്ലാം വുമൺ എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഈ പൃഥ്വിരാജ് കൂടി ഇതിൻ്റെ അകത്ത് ഇരയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ പൃഥ്വിരാജിനെ ഇരയാക്കി വിട്ടു അന്നത്തെ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂലം നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇതൊരു ശുദ്ധികലശം അത്യാവശ്യമാണ്, ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിരുന്നു. അത് വലിയ രീതിയിൽ വൈറലായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂടെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പൃഥ്വിരാജിനും ഇതൊക്കെ സംഭവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലുള്ള പലർക്കും ഒരു പേടി സ്വപ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. കാരണം എപ്പോഴാണ് എനിക്ക് കുരുക്ക് വീഴുന്നത് എന്നുള്ള ചിന്താഗതിയിലാണ് ഓരോരുത്തരും ഉള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ താഴെ കാണുന്ന കമൻറ്റിൽ അങ്ങോട്ട് എഴുതി വെക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ വായിച്ചു നോക്കുന്നതായിരിക്കും. ഞാൻ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളും ഒക്കെ തരും. എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും